ഹലോ ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വാടകക്കാരനെ അതിന്റെ കട ഉടമയ്ക്ക് ആ പ്രോപ്പർട്ടി പേഴ്സണൽ യൂസിന് ആവശ്യമുണ്ടെങ്കിൽ എളുപ്പത്തിൽ പുറത്താക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കറിയാം ഡിഫറെന്റ് സ്റ്റേറ്റിലെ ഡിഫറെന്റ് ആയിട്ടുള്ള ടെനൻസി ആക്ട് ആണുള്ളത്. എന്നാൽ ഈ ടെനൻസി ആക്ടിലൊക്കെ ഇവരെ എവിക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ പുറത്താക്കാനുള്ള പ്രൊവിഷൻസ് കോമൺ ആയിട്ട് കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രൊവിഷൻ ആണ് ഇവർ ഈ പ്രോപ്പർട്ടിന്റെ റെന്റ് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ പുറത്താക്കാൻ പറ്റുമെന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പ്രോപ്പർട്ടി അവർ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പുറത്താക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു പ്രൊവിഷൻ ആണ് പേഴ്സണൽ യൂസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഓണർ, ഈ പ്രോപ്പർട്ടിന്റെ ഓണറിനോ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സിനോ പേഴ്സണൽ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഇവരെ പുറത്താക്കാൻ പറ്റും. എന്നാൽ ഈ പേഴ്സണൽ യൂസ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ പുറത്താക്കാൻ പറ്റുന്നതാണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഡിഫറെന്റ് സ്റ്റേറ്റ് ഡിഫറെന്റ് ആയിട്ട്. യു പിയിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി ഓണർ എടുക്കുമ്പോൾ പ്രയർ നോട്ടീസ് ഒന്നും നൽകേണ്ടതില്ല. എന്നാൽ അതേസമയം കേരളത്തിലോ ഡൽഹിയിലോ ഒക്കെ ആണെങ്കിൽ പ്രയർ നോട്ടീസ് നൽകേണ്ടതുണ്ട്. അതാണ് ഡിഫറെന്റ് സ്റ്റേറ്റിലെ ഡിഫറെന്റ് ആയിട്ടുള്ള റൂളാണ്. എന്നാൽ കൂടുതലായിട്ടും എല്ലാ സ്റ്റേറ്റിലും ഇവരെ എവിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ യൂസ് എന്നുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഈ പേഴ്സണൽ യൂസ് എന്ന് പറയുന്ന കാര്യം അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഡിഫറെന്റ് ഹൈക്കോടതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ ഡൽഹി ഹൈക്കോടതി ആവട്ടെ, അലഹാബാദ് ഹൈക്കോടതി ആവട്ടെ, കേരള ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അതായത് പേഴ്സണൽ യൂസ് എന്ന് പറയുന്നത് ജസ്റ്റ് പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാൽ പോരാ, ആ പേഴ്സണൽ യൂസിന്റെ ഉള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അത് പേഴ്സണൽ യൂസ് ആയിട്ട് എന്ത് ചെയ്യാം, അവിടുത്തെ വാടകക്കാരെ എവിക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് കോടതികൾ പറഞ്ഞിട്ടുള്ളത്. ഈ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.